ആലപ്പുഴ ശാന്തി ഭവൻ അഗതി മന്ദിരത്തിലെ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ ബ്രദർ മാത്യു ആൽവിൻ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം ജനം ടിവിക്ക് ജാമ്യം കിട്ടിയ ശേഷം പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുമെന്നാണ് ഭീഷണി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടതായും ഇയാൾ പറയുന്നുണ്ട്. ആദ്യ ശബ്ദ സന്ദേശത്തിൽ ഇല്ല പറഞ്ഞോ, കാര്യം പറഞ്ഞോ. റെക്കോർഡ് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വരും, ഞാൻ പറഞ്ഞേക്കാം. റെക്കോർഡ് ചെയ്യാൻ പോലീസിനെ അറിയിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മുതൽ കൊളസംഘത്തിലേക്ക് ചേരുക. ഞാൻ അതൊക്കെ വിട്ടു നിൽക്കുമായിരുന്നു. ഇന്നും മുതൽ ചേരുക. എനിക്ക് വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ എനിക്ക് ഏത് പോലീസിന് ഞാൻ ചെന്നിത്തല വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ച പിടി കൊടുക്കണം. നിന്റെ അത്ര ആഗ്രഹിച്ചുകൊണ്ടാണ് നീ രണ്ടാമത് ഞാൻ പറഞ്ഞില്ല നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു പറഞ്ഞ് പാകതമായിട്ട് നമുക്ക് ഞാൻ അവിടെ വീഡിയോ ക്യാമറ മൊബൈലിൽ വെച്ചിട്ടുള്ളത് നിനക്കറിയാവോ? എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. ഞാൻ തിങ്കളാഴ്ച ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പലതും പറയും. നാട്ടിക്ക് ഞാൻ കെട്ടിയ പെണ്ണാണെന്നും പിന്നാണെന്നും അതൊക്കെ പലതും ഞാൻ പറയും. പക്ഷെ മര്യാദക്ക് ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണ്. ആ ഭീഷണിയാണ്. ഞാൻ നിന്നോട് ഭീഷണിപ്പെടുത്തി. നീയല്ല ഞാൻ നീ കാരണം പോയത് അറിയോ? എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോ? ഭീഷണിപ്പെടുത്തില്ല. ഞാൻ നിന്റെ ഭർത്താവാണ്. ഞാൻ നിന്റെ താലിയിട്ടാണ്. നീ താലിയിട്ട് എന്റെ തെളിവുണ്ടെന്ന് ഞാൻ സോഷ്യലിൽ ഇടാൻ പോവാ. നല്ല കാര്യം, ഇട്ടോ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോ പേടിയായിപ്പോ അല്ലേ? ഞാനിത് കണ്ടോ മോളെ. ഭീഷണി ഫോൺ കോളുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് കൈമാറിയെന്നാണ് പരാതിക്കാരിയുടെ ബന്ധുക്കൾ പറയുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇയാൾ ആരാണ് ഇത്തരത്തിലൊരു ഭീഷണി ഒരു പരാതിക്കാരിക്കെതിരെ ഉയർത്താൻ? അതായത് ഏറ്റവും ഒടുവിലത്തെ ഒരു നമ്പറാണ്, ഞാൻ നിന്റെ ഭർത്താവാണ്, ഈ രീതിയിൽ വരെ നിന്റെ വീട്ടിലേക്ക് വരും, അങ്ങനെ വളരെ ഗുരുതരമായ രീതിയിൽ ഭീഷണി മുഴക്കുന്നുണ്ട്. പോലീസിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഈ യുവതി. എന്തായാലും എന്താണ് തുടർ നടപടികൾ? പോലീസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തുടർ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്താണ് യുവതി പറയുന്നത് സുധീഷ്? രാഹി, ശബ്ദ സന്ദേശത്തിൽ ഇല്ലെങ്കിൽ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തതിലുള്ള ഏറ്റവും പ്രധാനമായുള്ളത് ഇയാൾ വീണ്ടും കൊലപാതകത്തിലേക്ക് തിരിയുന്നു. ഇയാളുടെ ഒരു പശ്ചാത്തലം അറിയാം. നേരത്തെ കൊലക്കുറ്റത്തിനടക്കം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വീണ്ടും കൊല ചെയ്യാൻ പോകുന്നു. 5 പേരെ കൊലപ്പെടുത്തും. അതിലാദ്യം കൊലപ്പെടുത്തുന്നത് ഈ ശാന്തി ഭവനിലെ തന്നെ മാനേജരായിട്ടുള്ള ശരത്തിനെയാണ് എന്നതടക്കമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ഒരു കേസ്, ലൈംഗിക അതിക്രമ കേസ് വന്നിട്ട് പോലും തൻ്റെ അടുത്തേക്ക് ഒരാളും വന്നിട്ടില്ല, പോലീസ് അടക്കം ആരും വന്നിട്ടില്ല. അത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പോയി കണ്ടിരുന്നു. അങ്ങനെ ആരും വരില്ല എന്നതാണ് ഇയാൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അതോടൊപ്പമാണ് പറയുന്നത് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ താൻ എൻ്റെ ഭാര്യയാണ് എന്ന തരത്തിൽ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള താല്പര്യമടക്കം പ്രകടിപ്പിക്കുന്ന സന്ദേശമാണ് ഈ ഫോണിലൂടെ ഈ ആൽവിൻ മാത്യു എന്ന വ്യക്തി നൽകിയിട്ടുള്ളത്. ഇതറിയാം, ശാന്തി ഭവൻ എന്ന ഒരു അഗതി മന്ദിരം നടത്തുന്നു. അവിടെ ജോലിക്ക് 2.5 മാസം ജോലി ചെയ്ത ഒരു നേഴ്സിനോടാണ് ഇത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിൽ, ഇല്ലെങ്കിൽ സ്ത്രീത്വത്തെ എല്ലാം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം നടത്തുന്നത്. ഇത് സംബന്ധിച്ച് നേരത്തെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതിൻ്റെ ദൃശ്യങ്ങളടക്കം പോലീസിൽ പരാതി നൽകി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അറസ്റ്റ് നടക്കുന്നില്ല. ആ അറസ്റ്റ് നടക്കാത്തതിൻ്റെ അടക്കം കാര്യങ്ങളാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. അത്ര ഗൗരവതരമായ ഒരു ഭീഷണിയാണ് ആൽവിൻ മാത്യുവിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് ബന്ധുക്കളടക്കം ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഇനി നടപടി എടുക്കേണ്ടത് പോലീസാണ് എന്നുള്ളതാണ്. പ്രതി ആൽവിൻ മാത്യുവിനെതിരെയാണ് ഗുരുതരമായ ആക്ഷേപങ്ങൾ പരാതിക്കാരി ഉന്നയിക്കുന്നത്, പ്രത്യേകിച്ച് തെളിവുകൾ സഹിതം.